കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത്. ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ. പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാപികളെ അല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഞാൻ വന്ന കാര്യം പറയാം. അലക്സിനെ തൂക്കും മരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും CBI ആണ്. കൂട്ടക്കൊല ചെയ്ത അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ. എവിടെ ഇത് സംഭവിച്ചത്? ഇരണിയൽ നാദാമംഗലം. ഇരണിയൽ 5 പേരും നാദാമംഗലത്തിൽ 2 പേരും. ബാലഗോപാലൻ സാറാ അന്നാ കേസ് അന്വേഷിച്ചത്. ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ. അന്നത്തെ അലക്സ് അല്ല ഇന്ന്. ആളാകെ മാറി. മരണത്തെക്കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി. താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന്. നിങ്ങളെ നേരിട്ടവന് പരിചയമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ ബഹുമാനവുമാണ്. ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ? ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് സെലിബ്രേഷന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതവൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു, പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെ എന്ന്. അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. പ്ലീസ്, ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ്. ചാക്കോ സർ, ഈ അലക്സ് എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പിടിയില്ല സർ. വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ. എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും? നെവർ. ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ. ഈ കേസ് എങ്ങനെയാണ് CBI അടുത്തെത്തിയത്? ആസ് യൂഷ്വൽ. പൗരമുന്നണി, പ്രകടനം, ധർണ, കോടതി ഇടപെടൽ, അവസാനം കേസ് CBIക്ക്. ഈ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യാവോ? സർ, ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും CBIയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് CBI ഏൽപ്പിക്കുന്നത്. I am Pautran, Circle Inspector, Crime Branch. പ്രതി ഹാൻഡ് ഓവറിയും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ. വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പൂർത്തിയാകാറുമായി. പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് CBIക്കും. ഐ നോ ഇറ്റ് മിസ്റ്റർ പവിത്രൻ. CBI ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഓർഡർ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സാർ. ഈ തൂണിൻ ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സോറി, ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ് ഈ ഫയലിലുണ്ട് സാർ. ചാക്കോ സർ, ഇറങ്ങി പാടോ. സാർ, ഈ അമ്മാന്റെ വക കുറെ കുത്ത് കഴിഞ്ഞവിടെ. ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വകയാണോ? ആയിക്കോട്ടെ, വാ. ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് 7 പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. നല്ല മാർക്കോടെ BA പാസ്സായി, തുടർന്ന് MAക്ക് ചേർന്നു. പക്ഷേ MA പാസ്സായില്ല.
കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി. വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി. ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ. അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ അലക്സേ? അങ്ങനെ അല്ല എന്ന് പറഞ്ഞ താൻ വിശ്വസിക്കോ? വേറൊരുത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലയെ കയറ്റിയതാ. ഞങ്ങളത് ഇറക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ചാക്കോ. നീ BA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സർ രണ്ടുപേരും കാണാം സർ. രണ്ടിടത്ത് പാൽ താമസമില്ല. ആ പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല ആള് കൂടുവേ ഇല്ലേ? ദെൻ നോ പ്രോബ്ലം. സർ ഇവിടെയാണ് ലോനപ്പന്റെ ബോഡി കിടന്നത്. ആ സർ ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ. അടുത്ത ആ മുറിയിൽ. ആ ഇത് ലോനപ്പന്റെ ഭാര്യ മറിയാം. സർ അടുത്ത അവിടെ. ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കുട്ടൻ. സർ ഫിഫ്ത്ത് വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാർ? അതെ, പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ. അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു പ്രശ്നം വന്നാൽ CBIയും വളയില്ലേന്ന് ഞങ്ങൾക്ക് ഒരു സംശയം. എന്നാരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല. അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താടോ ബന്ധം? ഇങ്ങോട്ട് മാറിയില്ല. എല്ലാരും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. സാറിന്റെ പേര് അന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. ദ കേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന് എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സർ. ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം 30 കിലോമീറ്റർ വരും. ഇരണിയിലെ കൂട്ടക്കൊലപാതകം നടന്നത് ഉദ്ദേശം 10-ന് 10:15 അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിന്റെ വീട്ടിലേക്കാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റിയായിരിക്കണം. അങ്ങനെ ആകെ 30-38 കിലോമീറ്റർ. സോ ഉദ്ദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്ത് കാണും. തുടർന്നാണ് നാദാമംഗലം മാടം. അത് ഉദ്ദേശം 11-നും 11:15 ഇടയ്ക്ക്. ദാറ്റ് മാച്ചസ് ദ ടൈമിംഗ് സർ. ഓക്കെ. ചുറ്റിവളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ? അവനൊന്നും സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ്. ചാക്കോ സർ, നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം, ചുറ്റിവളഞ്ഞ്. സർ, ഞാൻ ടൈലർ മണി, പൗരമുന്നണിയുടെ കൺവീനറാ. പോലീസിനെ മാറ്റി നിർത്തി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനും ഞാനാ. ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. CBIയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം. ഞങ്ങൾക്ക് നീതി കിട്ടണം സർ. കിട്ടും, അത്ര ഇപ്പൊ പറയുന്നുള്ളൂ.
ഇങ്ങോട്ട് മാറി ഇത് കണ്ടോ സാർ? സാർ ഇത് അടിയോടി 23 വർഷം മാണിക്കുഞ്ഞിന്റെ ഒപ്പം ജോലി ചെയ്ത ഇൻക്വസ്റ്റിലും സീൻ മാസ്റ്ററിലും പ്രധാന സാക്ഷി. സാർ ഇതാണ് മോസിയുടെ അപ്പനും അമ്മച്ചി, മോളി സൈമൺ. നമസ്കാരം. സാർ ഇത് റോസമ്മ, അതല്ലേ പേര്? അതെ, എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിൽ ടീച്ചറാണ്. ആ മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ട ദിവസം രാത്രി ഇവിടെ അടുത്തൊരു പള്ളി പെരുന്നാളിന് ഇവരോടൊപ്പം പോയിരുന്നു. ആണോ? അതെ. എന്നിട്ട് ഉദ്ദേശം 10 മണിയോടെ ചാച്ചൻ ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോസി മടങ്ങി. ആ ഡ്രാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ അവള് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ അവളെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ. ഇവിടെ വന്നാ മതി. സാറിന്റെ പഴയ ഉമ്മാക്കൊന്നും ഇനി നടക്കില്ല. CBI വന്നിരിക്കുന്നത്. ആരേക്കടാ? ചെന്നാട്ടെ സാർ. സാർ ഇവിടെയാണ് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസിയുടെ ബോഡി കിടന്നത്. മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്ന ആ മുറിയിലാണ് സാർ. മരണപ്രാളത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം. പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ എന്ന് എഴുതിയായിരിക്കും. മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു. പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ്. ആ മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ, മക്കള് അങ്ങനെ ആരുമില്ലേ? അതൊരു വലിയ ട്രാജഡിയാണ് സാർ. മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു. അതിൽ സർവൈവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്രം. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത്. ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം? അലക്സ് ഒരു ലിസ്റ്റഡ് മോഷ്ടാവാണ് സാർ. പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അലക്സിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇരണിയിലും നാദാമംഗലത്തും കണ്ടവർ പലരുമുണ്ട്. അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റഡിയിലെടുത്തത്.